പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കനത്ത നഷ്ടമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേഷൻ. ജെയ്ഷെ മുഹമ്മദ് സുപ്രീം കമാൻഡർ ഉൾപ്പെടെ ഉള്ള ആളുകളെ നമുക്ക് കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രകോപനങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ അപ്ഡേഷൻസ് കൂടി വരുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തിരിച്ചടി നൽകാൻ ഇന്ത്യക്കായി എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നു. അങ്ങനെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ ഡൽഹിയിൽ നിന്ന് അർജുൻ ചേരുന്നു. അർജുൻ, എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ ഈ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ചൊക്കെ അതിർത്തിയിൽ നടക്കാൻ വരുന്ന അപ്ഡേഷൻസ്? പ്രതീക്ഷ, സർക്കാരിന്റെ തന്നെ ഏറ്റവും പുതിയ ഒരു പ്രസ് റിലീസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കനത്ത ഷെല്ലാക്രമണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഇതിന് മറുപടി കൂടി ഇപ്പോൾ ഇന്ത്യ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ ഇന്ത്യ അറിയിക്കുന്നുണ്ട്, ലാഹോറിലടക്കം ഈ പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലും വലിയ തോതിൽ പാകിസ്ഥാന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. അതിൽ തകർന്നിരിക്കുന്നത് HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഈ HQ-9 ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ തകർത്തിരിക്കുന്നു ഇന്ത്യ എന്നുള്ളത് ഔദ്യോഗികമായി ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചു. ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടുഡേ മോർണിംഗ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ടാർഗറ്റഡ് എയർ ഡിഫൻസ് റഡേഴ്സ് ആൻഡ് സിസ്റ്റംസ് അറ്റ് എ നമ്പർ ഓഫ് ലൊക്കേഷൻസ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഒരു പിടി മേഖലകളിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് മിസൈൽ ലോഞ്ചറുകൾ അടക്കം ഇന്ത്യ